ഷിൻജാന് ഒരുപാട് നേരമായില്ല നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഇപ്പോഴെങ്കിലും തുറക്കുവാടാ. എത്ര നേരം ഇവിടെ ഇരിക്കുന്നു ഞാൻ, എന്നിട്ട് ഇത് തുറക്കുന്നില്ലല്ലോ. അതെന്താടാ ഷിൻജാനെ? എടാ പോപ്പി, അത് എനിക്കും അറിയത്തില്ല. നമ്മൾ ഈ ടാസ്ക് ഒക്കെ ചെയ്ത് ഇവർ തന്നത്, എന്നിട്ട് ഇത് തുറക്കുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ മാജിക് സ്മോക്ക് ഒക്കെ വന്നല്ലോ, അതുകൊണ്ട് തുറക്കേണ്ടതാണല്ലോ. ആ ഷിൻജാനും പോപ്പിയും കൂട്ടിയിട്ട് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട് അവിടെ. ഇനി എന്താണോ ഇന്നത്തെ പരിപാടി? എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്? എന്താ മാജിക് സ്മോക്ക് എന്നൊക്കെ കേട്ടല്ലോ. ഇനി എന്തെങ്കിലും ഒരു ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പുറം പോയി നോക്കണം. ഇവന്മാരെ കൊണ്ട് മനസ്സമാധാനത്തോടെ ഉറങ്ങാനും പറ്റത്തില്ല. ഉറക്കൊക്കെ വരുന്നുണ്ട്. എന്നാലും എണീക്കട ഫ്രാങ്ക്ലിനെ. അവരെന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അതിന്റെ ബാക്കിൽ ഞാൻ പോകേണ്ടി വരും. എടാ ഷിൻജാനെ, എവിടെടാ നീ? എടാ ഇവിടുന്നാണല്ലോ അവർ സംസാരിച്ചത്, ഇവിടെ കാണുന്നില്ലല്ലോ. ഓക്കെ, ആ സൈഡിൽ പോയി നോക്കാം. ഇവിടെ എന്താ ചെടിച്ചട്ടൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. എടാ ഷിൻജാനെ പോപ്പി, എടാ ഇതെന്താടാ സംഭവം? എടാ ഡോറാ, ഇതെന്ത് ഡോറാടാ? ഇത്രയും വലിയൊരു ഡോർ ഇവിടെ വന്നത്. എടാ ഷിൻജാന, ഇതെന്താടാ സംഭവം? ആദ്യമായിട്ടാണല്ലോ ഇത് ഞാൻ ഇവിടെ കാണുന്നത്. എടാ പറയടാ ഷിൻജാൻ, ഇതെന്താ സംഭവം? ബണ്ണി, ഇതാണ് മാജിക്കൽ ഡോർ. ഈ ഡോർ തുറന്ന് അപ്പുറം പോയി ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എടാ മാജിക്കൽ ഡോറാ, എന്നിട്ടെന്താ നിങ്ങൾ പോവാതിരിക്കുന്നത്? എടാ അതൊക്കെ പെട്ട് ഈ ഡോർ ഇങ്ങനെ ഇവിടെ വന്ന്, എന്നാലും ഇത്രയും വീടുണ്ടായിട്ട് നമ്മുടെ അടുത്ത് മാത്രം എന്താ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെ എല്ലാ വീട്ടിലും ഇത് വരത്തില്ല. എന്നെ പോലെ നല്ല ബുദ്ധിയുള്ള ആളുകളുടെ വീട്ടിൽ ഇത് വരത്തുള്ളൂ. എടാ എന്നിട്ടെന്താ നീ പോവാത്തത്? ഈ ഡോർ ഓപ്പൺ ആയല്ലോ. ഓപ്പൺ ആയിരുന്നോ? ഞങ്ങൾ കാണുന്നില്ലല്ലോ. എടാ സൈഡിൽ നോക്കട പൊട്ട, അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ അത് പൂർണ്ണമായിട്ട് ഓപ്പൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും ഞാനും വന്നു, നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. വാ. ഓക്കെ, എന്നാ ഞങ്ങൾ റെഡി, വാ പോവാം. എടാ ഇതെവിടെയാ സ്ഥലം? ഇവിടെ 3-4 ബൈക്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. എടാ എനിക്ക് തോന്നുന്നത് ഇത് എന്തോ ചാലഞ്ചാണ്. അങ്ങനെ ചാലഞ്ച് ആണെങ്കിൽ ആ ചാലഞ്ച് നമ്മൾ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ സമ്മാനങ്ങൾ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ 4 ബൈക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം അതിൽ ഏതെങ്കിലും ഒരു ബൈക്ക് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. എടാ നിങ്ങൾ രണ്ടാൾ അവിടെ തന്നെ നിൽക്കുക. ഞാൻ എന്തായാലും ഈ ഒരു ബൈക്ക് എടുത്തിട്ട് ഇവിടുന്ന് റൗണ്ട് അടിച്ചിട്ട് വരട്ടെ. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് ആദ്യം അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിൽ ഏതെങ്കിലും ഒരു ബൈക്ക് എടുത്തിട്ട് ഇവിടെ ചുറ്റി ഒന്ന് നോക്കണം. ഓക്കെ, ഏത് ബൈക്ക് എടുക്കും? ഓക്കെ, ഈ ബൈക്ക് തന്നെ എടുക്കാം. സ്പോർട്ടി ബൈക്കാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ട് ഇത് മതി. ഇനി ഹെൽമെറ്റും കൂടി വെച്ചേക്കാം. ഇനി അതില്ലാഞ്ഞിട്ട് വീഴണ്ട. എടാ ഷിൻജാനെ പോപ്പി, നിങ്ങളിവിടെ തന്നെ നിൽക്കുക, ഞാനിപ്പോൾ വരാം. എടാ ഇവിടെ എന്താ സ്റ്റെയർ കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഈ സ്റ്റെയർ വഴി മുകളിലേക്ക് പോകണം അല്ലേ? ആദ്യത്തെ ടാസ്ക് ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എടാ ഇവിടെ 4 ബൈക്കും വെച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു ബൈക്ക് എടുത്തിട്ട് നമ്മൾ ഈ സ്റ്റെയർ കയറി പോകണം. എടാ ഷിൻജാനെ പോപ്പി, നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഇത് കുറച്ച് ടഫ് ടാസ്ക് ആണ്. എന്താ പിന്നെ ആ സ്റ്റെയർ കയറാൻ പറ്റത്തില്ല നമുക്ക്? എടാ സ്റ്റെയർ കയറാൻ പറ്റാത്തതല്ല, ഒന്നെങ്കിൽ ഈ ബൈക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റെയർ കയറണം, ഇല്ലെങ്കിൽ നടന്ന് കയറണം. എടാ എന്നാ ബൈക്കിൽ കയറി നമുക്ക് പോവാം. ഷിൻജാനെ നീ കയറിയാ? എടാ പോപ്പിക്ക് ഇരിക്കേണ്ട സ്ഥലം ഈ ബൈക്കിലില്ലല്ലോ, എന്ത് ചെയ്യും? അയ്യോ, എനിക്കിരിക്കാൻ സ്ഥലമില്ല. ഇപ്പൊ ഞാനെങ്ങനെ നിങ്ങളോട് വരും? എനിക്കും വരണം നിങ്ങളെ കൂടെ. എടാ പോപ്പിനെയും കൂടി കൂട്ടണം. ഈ ബൈക്കിലാണെങ്കിൽ സ്ഥലമില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള ബാക്കി 3 ബൈക്ക് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കാം. ഈ ബൈക്കിൽ കുറച്ച് സ്ഥലം കാണുന്നുണ്ടല്ലോ. ഇതിൽ 2 സീറ്റും കുറച്ച് മുന്നോട്ട് എണ്ണ ടാങ്കും കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പോപ്പിക്ക് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഈ ബൈക്കിൽ പോയാലോ? ഇല്ലെങ്കിൽ ഈ ബൈക്കോ? ഇതിലും കുറച്ച് സ്ഥലമുണ്ട്, പക്ഷേ ഇതിൽ ബാക്കിൽ സീറ്റില്ല, അതാണ് പ്രശ്നം. എല്ലാ ബൈക്കും കൂടി നോക്കി, ഇനി ഇതും കൂടി നോക്കാതിരിക്കണ്ട. എടാ ഇതും ഓക്കെ, പക്ഷേ ഇതിനും ബാക്കിൽ സീറ്റ് ഉണ്ട്, പക്ഷെ ചെറിയ സീറ്റ്, മുന്നിൽ സ്ഥലമില്ല അധികം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് തന്നെ എടുക്കാം. ഇതാണ് കുറച്ച് സ്പേസ് ഉള്ളത്. എടാ ഷിൻജാനെ പോപ്പി, എന്നാ ഒന്നും നോക്കണ്ട, ഇതിൽ 2 കയറിക്കോ. ഓക്കെ, അങ്ങനെ ഇതിൽ 3 നല്ല സുഖത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. എടാ ഓക്കെ അല്ലടാ ഷിൻജാനെ പോപ്പി? ഞങ്ങൾ 2 ഓക്കെയാണ് പെണ്ണെ. ഇനി ബൈക്ക് എടുത്തോ, ഇനി നമുക്ക് സുഖത്തിൽ പോവാം 3. എടാ അതൊക്കെ ശരിയാണ്. ഈ പോപ്പി ഇങ്ങനെ മുന്നിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് വിഷം കിട്ടുന്നില്ല. ഓക്കെ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാം. ഇവനെ ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല. എടാ ഈ സ്റ്റെയറാണോ കയറേണ്ടത്? ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. എടാ ഇത് കുത്തനെയാണല്ലോ ഉള്ളത്, കണ്ടില്ലേ? കുത്തനെയുള്ള സ്റ്റെയറാണ്. പിന്നെ ഒന്നൊരു കുറച്ചുകൂടി പതുക്കെ പോയില്ലെങ്കിൽ സ്പീഡിൽ പോ. ഇതില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. എടാ ബൈക്ക് വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് പോപ്പിയും വൈബ്രേറ്റ് ചെയ്യുക. എടാ പോപ്പി നിന്റെ വായ അടച്ചു വെക്കുക, എന്നാലേ ശരിക്കും കയറാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒച്ച കാരണം എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല. എടാ എന്നാലും ഇതിന് ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ ഷിൻജാൻ, ഇതാണ് നമ്മൾ നടന്നു പോകണമെന്ന് വിചാരിക്കുന്നത്. എന്തൊരു ജെർക്കിംഗ് ആടാ ഈ വണ്ടി പോകുമ്പോൾ. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ ഫസ്റ്റ് പോയിന്റിൽ എത്താനായി? എടാ അവിടെ ആരും നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇയാളോട് നമുക്ക് ചോദിക്കണോ? വേണ്ട. എടാ അയാളടുത്ത് ഗണ്ണൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് അയാളോട് സംസാരിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ നമ്മളെ അപ്പം ഷൂട്ട് ചെയ്താലോ? അരങ്ങാതെ പോവാ, അതാ നല്ലത്. ഓക്കെ, ഇനിയും സ്റ്റെയറാ. ഇതെന്താടാ തീരുമ്പോൾ ഇങ്ങനെ സ്റ്റെയർ വന്നുകൊണ്ടിരിക്കുന്നത്? ഇനി ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെയർ ഉണ്ടാവോ? ഈ സ്റ്റെയർ കയറി നമ്മുടെ ജീവിതം തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. എടാ ഇതിന്റെ മുകളിൽ വേറെ എന്തോ പ്ലാറ്റ്ഫോം കാണുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് വേണം അവിടെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതെന്താടാ ബൈക്ക് ബാക്കിലേക്ക് പോകുന്നത്? എടാ എൻ്റെ പൊന്നെ, ഇപ്പം പോയേനെ. ബൈക്കിന് ബൂസ്റ്റർ ഉള്ളത് നന്നായി, ഇല്ലെങ്കിൽ ഇപ്പം താഴെ കിടന്നേനെ. അങ്ങനെ എങ്ങനെയൊക്കെ എത്തി? എടാ ഇവിടെ കുറെ കാറ് കാണുന്നുണ്ടല്ലോ, എല്ലാം നല്ല അടിപൊളി സ്പോർട്സ് കാർ. എന്താടി ഇത്? കുത്തബ് മിനാറാ? എടാ വെറുതെ അല്ല ഇവർ ഈ സ്പോർട്സ് കാർ വെച്ചത്. ഇത് കുത്തനെയുള്ളത് ഈ കയറ്റം കയറാൻ വേണ്ടിയിട്ടാ.
അതുകൊണ്ട് സ്പോർട്സ് കാർ തന്നെ വേണം. അപ്പോൾ ഏത് കാർ തിരഞ്ഞെടുക്കും? എടാ ഇതെല്ലാം അടിപൊളി കാറാണല്ലോ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിക്ക് ഈ കാറ് നല്ലവരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് ഈ കാറും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ കാർ എടുക്കണോ ആ കാർ എടുക്കണോ? ആദ്യം ഈ കാർ എടുത്ത് ഓടിച്ച് നോക്കാം. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റേ കാർ എടുക്കാം. ഓക്കെ, ഇത് എടുത്ത് നോക്കിയാൽ ഇത് സ്കിഡിങ് കൂടുതലാണ്, ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇത് നമുക്ക് അവിടെ വെച്ചിട്ട് മറ്റേ കാർ എടുത്ത് നോക്കാം. എനിക്ക് മറ്റേ കാർ നല്ല പോലെ ഇഷ്ടപ്പെട്ടു. കാരണം അതിന് നമ്മുടെ ബുഗാട്ടിയുടെ ഒരു കട്ടുണ്ട് ഇല്ലേ, ബുഗാട്ടിയുടെ ഒരു കട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഈ കാർ ഓടിച്ച് നോക്കട്ടെ ഒന്ന്, എന്നിട്ട് വേണം തീരുമാനിക്കുക. എടാ ഇത് നല്ല രസമുണ്ട്, ഇത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എടാ ഷിൻചാൻ ഉറപ്പിച്ച് ഈ കാർ മതി, ഇനി വേറെ കാറൊന്നും നോക്കാൻ പറ്റത്തില്ല. കാരണം മുകളിൽ എത്തിയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് അറിയണം, അതാണ് എനിക്ക് ക്യൂരിയോസിറ്റി കൂടുതൽ. എടാ ഷിൻചാൻ ഇങ്ങോട്ടേക്ക് വാ, രണ്ടാളും ഈ കാറിൽ നമുക്ക് പോവാം. എടാ പൊട്ടൻ പെണ്ണി, നീ മുകളിലേക്കൊന്ന് നോക്കിയേ. ഈ റോഡ് കയറിയിട്ട് നമ്മൾ പോകേണ്ടത്. അവിടെ നിന്നെങ്ങാനും വീണ നേരെ താഴോട്ട് പോകും. എന്റെ പൊന്നെ, പിന്നൊന്നും പറയണ്ട. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ കാറിന്റെ മുകളിൽ ഇരുന്ന് നിനക്ക് വഴി പറഞ്ഞു തരാടാ പെണ്ണി, അതാ നല്ലത്. എടാ പോപ്പി, നീ മുകളിൽ പിടിച്ചിരുന്നോ? എടാ ഈ പോപ്പി പറഞ്ഞത് ശരിയാ, ഈ റോഡിന്റെ സ്ട്രെച്ചർ കാണുമ്പോൾ ശരിക്കും എനിക്കും പേടിയാവുന്നുണ്ട്. അല്ലടാ ഷിൻചാനെ? അതന്നെ ഞാനും പറഞ്ഞത്, ഈ റോഡ് നോക്ക് കുത്തനെ ഉള്ളത്. ഇതെങ്ങനെ ഈ കാർ വെച്ച് കയറുമെന്ന് എനിക്കറിയത്തില്ല. എടാ പോപ്പി, നീ അധികം പേടിക്കണ്ട, അധികം പേടിച്ചാൽ നമുക്ക് ഒന്നിലും പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഈ റോഡ് ഞാൻ എങ്ങനെ കയറ്റുന്നതെന്ന് കാണിച്ചു തരാം. എടാ ഇതിന് കുറച്ച് വലിവ് കുറവുണ്ട് ഈ റോഡ് കയറുമ്പോൾ, എന്നാലും കുഴപ്പമില്ല, കയറിപ്പോകുന്നുണ്ട്. എടാ ഇതെന്താടാ വലിയൊരു ഹോള്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് പോകേണ്ടത്. എടാ ഇതെന്താടാ കുത്തനെയൊക്കെ ഉള്ളത്, ഇതാണ് നമ്മൾ കയറേണ്ടത്. എൻ്റെ പൊന്നു കാണുമ്പോൾ ഈസിയാണ്, പക്ഷെ കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന്. എടാ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ സാധു കൂടുന്ന എൻ്റെ പൊന്നെ, ഇവിടുന്ന് അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ. എടാ അവിടെ 2 റൂട്ട് കാണുന്നുണ്ടല്ലോ. അതെ, 2 റൂട്ടുണ്ട് അവിടെ. എടാ ഇതിലെ പോവും, എനിക്കൊന്ന് റൈറ്റാ നല്ലത്. എടാ പൊട്ടൻ പെണ്ണി, റൈറ്റ് പോവല്ലേ, റൈറ്റ് പോയി നമ്മൾ താഴേക്ക് പോകും. എടാ ലെഫ്റ്റ് എടുക്കടാ പെണ്ണി. എടാ താങ്ക്സ് ഡാ പോപ്പി, നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ റൈറ്റ് എടുത്തേനെ. എന്റെ പൊന്നു ജസ്റ്റ് മിസ്, താങ്ക്സ് ഡാ പോപ്പി, താങ്ക്സ്. എന്റെ പോനെ, ഈ പോപ്പി മുകളിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ നടന്നേനെ. എടാ ഈ പൊട്ടനാണോ വണ്ടി ഓടിക്കുന്നത്? എന്റെ അമ്മ, ഞാനിപ്പോ മുകളിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം കൂടി താഴെ വീണേനെ. എടാ ഒരു കയ്യപ്പത്തോ, ഇനി അത് ആവർത്തിക്കില്ല. എടാ ഇവിടെ സ്പീഡ് ബൂസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ. എടാ എനിക്ക് തോന്നുന്നത് എൻഡിങ് പോയിന്റ് എത്താനായിരുന്നാ, ഇല്ലെങ്കിൽ സ്പീഡ് ബൂസ്റ്റർ തരേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നേരെ സ്പീഡിൽ പോയിട്ട് എവിടെയൊക്കെ ജമ്പ് ചെയ്തിട്ട് പോകേണ്ട പ്ലാനാണ്. അവിടെ എന്തോ പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നുണ്ടോ? എടാ ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെ, അത് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. എടാ ഇതെന്താ ജമ്പ് ചെയ്തിട്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കാത്ത? എടാ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് അടുത്ത സ്റ്റണ്ട് റാമ്പിലേക്ക് നമ്മൾ എത്തിയത്. എൻ്റെ പൊന്നെ, ഇതെന്ത് ജമ്പിങ്ങിനാ ജമ്പ് ചെയ്ത്? എടാ ഇത് കയറണമെങ്കിൽ എന്തായാലും ഈ കാറ് പോരാ, എന്തായാലും ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കയറണം. എന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു കാർ എടുക്കണം. ഓക്കെ, ഇങ്ങനെയൊക്കെ കയറി ഇനി ഇവിടെ ഏതൊക്കെ കാറുകളുണ്ടെന്ന് നോക്കണം പോയിട്ട്. എടാ ഇവിടെ ഒരുപാട് കാർ ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ എല്ലാം മോൺസ്റ്റർ ട്രക്ക് പോലത്തെ വണ്ടികളാണ് ഉള്ളത്. എടാ ചെറിയ വണ്ടികളുണ്ട്. ഓക്കെ, ഇത് കണ്ടപാടെ എൻ്റെ കണ്ണിനടക്കി. ഇത് നല്ല രസമുണ്ട് കാണാൻ, നല്ല വലിയ ടയറുകൾ. ബാക്കിയും കൂടി നോക്കട്ടെ. ഓക്കെ, ഈ വണ്ടിയും കൊള്ളാം. എടാ ഇതൊന്നും ശരിയാവത്തില്ല, ഇതൊക്കെ ഞങ്ങൾ 3 ആളില്ലേ. ഓക്കെ, ഈ മോൺസ്റ്റർ ട്രക്കും കൊള്ളാം, ഈ ട്രക്കും കൊള്ളാം, ഇതും കൊള്ളാം. ഇതും അടിപൊളിയായിട്ടുണ്ട്. ഇത് ചെറുതാണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇത് വേണ്ട, എനിക്ക് ഫസ്റ്റ് കണ്ടതാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് കണ്ട ആ വണ്ടി തന്നെ എടുക്കാം. അതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതെടുത്തു. എടാ ഷിൻചാനെ, ഞാൻ ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇതെടുക്കണോ വേണ്ടോന്ന്. എടാ ഇതിൻ്റെ 4 വീലും ഒരേപോലെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് വളയ്ക്കുമ്പോൾ 4 വീലും വളയും. ഓക്കെ, ഇത് അടിപൊളി ഫ്യൂച്ചറാണ്. ഇത് മറ്റുള്ള കാർസിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഒന്ന് ജമ്പ് ചെയ്ത് നോക്കട്ടെ, ഇതുകൊണ്ട് കയറാൻ പറ്റണമല്ലോ വേഗത്തിൽ. ഓക്കെ, ഇതുകൊണ്ട് എടാ ഇത് ജമ്പ് ചെയ്തൊക്കെ പോകുന്നത്. ഓക്കെ, ഇതുകൊണ്ട് ഇനി കയറാൻ പറ്റുമോ നോക്കട്ടെ, അതാണ് വിഷയം. ഇതുകൊണ്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏതുകൊണ്ട് കയറാൻ പറ്റും? എടാ നോർമലി പെട്ടെന്ന് കയറാൻ പറ്റുന്നില്ല, പക്ഷേ ബൂസ്റ്റർ ഇടുമ്പോൾ അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. ഓക്കെ, ഞാൻ ഉറപ്പിച്ച് ഈ വണ്ടി തന്നെ മതി, ഇനി ഇതെടുത്തിട്ട് പോവാം. ഓക്കെ, ഈ വണ്ടി കൊണ്ട് വേറെ 2 പരിപാടിയും കൂടി ചെയ്യണം. ഒന്ന് സ്കിഡ് ചെയ്ത് നോക്കട്ടെ. ഇതുപോലുള്ള വണ്ടി കൊണ്ട് സ്കിഡ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഓക്കെ, നല്ലപോലെ കറങ്ങിയിട്ട് ഒന്ന് സ്കിഡ് ചെയ്യട്ടെ. ഓക്കെ, നല്ലപോലെ സ്കിഡൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എടാ ഷിൻചാൻ, ഇത് ഞാൻ ഉറപ്പിച്ചു ഈ കാർ തന്നെ മതി. ഓക്കെ, അങ്ങനെ എല്ലാവരും കയറി. പോപ്പി മുകളിൽ തന്നെ കയറി, കാരണം അവന് വിശ്വാസമില്ല എന്നെ. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ പോവാണേ. ഇനി ഇതും കൂടി കയറിയിട്ട് വേണോ അതിൻ്റെ മുകളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇവിടെ നിന്ന് ജമ്പ് ചെയ്യട്ടെ. എൻ്റെ പൊന്നെ, എടാ പോപ്പി തെറിച്ചു പോയടാ. അയ്യോ, ഞാൻ മൂക്കിടിച്ചു പോണേ. എന്റെ പൊന്നൊന്ന് പതുക്കെ വരണ്ടേ, എന്റെ മൂക്ക്. അയ്യോ, ഇനി ഞാൻ ഒരിക്കലും ഇരിക്കത്തില്ല, നിൽക്കേ ഉള്ളൂ. അഥവാ എന്തെങ്കിലും ആക്സിഡന്റ് നടന്നാൽ എനിക്ക് തുള്ളാലോ. ഈ പൊട്ടൻ എവിടെയൊക്കെ കൊണ്ടുപോയി വണ്ടി ഇരിക്കുമെന്ന് ആർക്കറിയാം. എടാ പോപ്പി മുറുകെ പിടിച്ചു നിന്നോ, ഇല്ലെങ്കിൽ ഇനി നീ തെറിച്ചു വീഴാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും വലിയ ഹൈറ്റുള്ള കയറ്റമാണ് കയറുന്നത്. ഓക്കെ, എടാ ഇത് തീരുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ കളറുള്ള വേറെ വരുന്നത്. ആദ്യം യെല്ലോ കഴിഞ്ഞ് പിന്നെ റെഡ് വന്ന്, ഇനി അടുത്തത് എന്താ കളർ? ഓക്കെ, അടുത്തത് ബ്ലൂ, അത് കഴിഞ്ഞ് വൈറ്റ്, പിന്നെ ഗ്രീന്. ഓക്കെ, 3 കളർ ഇവിടുന്ന് തന്നെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബ്ലൂവിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് 3 കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിൽ എത്തുമെന്നാണ് തോന്നുന്നത്. ഇനി അവിടുന്ന് എന്തെങ്കിലും ടാസ്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നെ, ഇവിടുന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്നു. ഇവിടുന്ന് എങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടത്തില്ല. ഓ, ഇപ്പം ജസ്റ്റ് ഇടിച്ച് താഴേക്ക് വീണേനെ.
എൻ്റെ പൊന്നെ ഇവിടെ നിന്ന് അങ്ങനെ വീഴല്ലേ. എടാ ഇതെന്താടാ വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്നത്. എൻ്റെ പൊന്നെ നമ്മൾ താഴേക്കാണോ പോകുന്നത്? ഇല്ലടാ ജസ്റ്റ് മിസ്. എടാ ഇത് പിന്നെയും താഴേക്ക് പോകുന്നു. എൻ്റെ മോനെ അയ്യോ. എടാ എന്താടാ ഇത് താഴേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് വണ്ടി താനെ താഴേക്ക് പോകാൻ നോക്കുന്നു. എടാ വൃത്തിയേട്ട വണ്ടി. ഓക്കെ ഗ്രീനും കൂടെയും കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ എത്തിയടാ, നമ്മൾ സ്ഥലത്തെത്തി. ഓക്കെ ഇത് വല്ലാത്തൊരു ജമ്പായിപ്പോയി. എടാ ഇവിടെ ആരൊക്കെ കാണുന്നുണ്ടല്ലോ ആൾക്കാർ, എല്ലാം ബ്ലൂ ഡ്രസ്സാണല്ലോ. ഓക്കെ ഇവിടെ എന്താ സംഭവം, ഇവരെല്ലാം എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഓക്കെ ഇനിയും കുറച്ചുകൂടി സ്ഥലമുണ്ട് മുന്നോട്ട്, അവിടേക്ക് എന്തായാലും പോയി നോക്കാം. എടാ ഇത് മുഴുവൻ മിലിറ്ററിന്റെ ടാങ്കറും മിസൈൽ ലോഞ്ചറും ഒക്കെയാണല്ലോ ഇവിടെ ഉള്ളത്. എടാ ഇതിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്, അതും ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. എടാ ഇതൊന്നും അല്ല, ഇവിടെ വേറെ എന്തോ. എടാ അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ. എടാ അതെ അവിടെ ഒരു മിലിറ്ററി കമാൻഡേഴ്സിനെല്ലാം കാണുന്നുണ്ടല്ലോ. ഓക്കെ അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട്. എടാ ഷിൻജാനെ നിങ്ങളിവിടെ തന്നെ ഇരിക്കും, ഞാൻ എന്തായാലും പോയിട്ട് നോക്കിയിട്ട് വരാം അവിടെ ആരൊക്കെ ഉണ്ട്. എടാ ഇതെന്താ ക്യാഷും ഗോൾഡും ഒക്കെ. പിന്നെ അവിടെ മിലിറ്ററി ജനറലും 2 ആർമി കമാൻഡേഴ്സും ഉണ്ട്, അവരുടെ കയ്യിലാണെങ്കിൽ നല്ല ഗണ്ണും. എടാ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വെടികൊണ്ട് ചാവുമോ, അതാണ് എൻ്റെ പേടി. എടാ കുറെ ഗോൾഡും ക്യാഷൊക്കെ ഉണ്ട്, ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും നമുക്ക് അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം, അതാണ് നല്ലത്. എടാ നിങ്ങളിവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നോ, അഥവാ ബെന്നിക്ക് വെടികൊണ്ട് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. എടാ ബ്ലഡി ഫുൾ പോപ്പി അങ്ങനെ തന്നെ പറയണം നീ. ഓക്കെ ഞാൻ എന്തായാലും പോയിട്ട് വരാം. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് കൊണ്ട് വെടിവെച്ച് അവരെന്നെ കൊല്ലില്ലെന്നാ തോന്നുന്നത്. ഓക്കെ എന്തായാലും പോയിട്ട് ചോദിച്ചു നോക്കാം. ഹലോ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ വിജയിച്ചു അല്ലേ? അഭിനന്ദനങ്ങൾ. നിങ്ങൾ എന്തുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങളിവിടെ സേഫ് ആണ്. എടാ ഇവര് നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഇവരെന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണല്ലോ. അതെ ഫ്രാങ്ക്ലിൻ, നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തതാണ്, അതും നിങ്ങൾ ഈ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട്. ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്യാഷും ഈ ഗോൾഡും ഒക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ ലോസ് ആൻഡോസിലെ എല്ലാ വീട്ടിലെയും ഞങ്ങൾ ആ ഡോറ് വെച്ചിരുന്നു, എന്നിട്ട് ചാലഞ്ചും വെച്ചിരുന്നു. പക്ഷെ ആരും അതിലേക്ക് വന്നില്ല. നിങ്ങളാണ് ധൈര്യത്തോടെ വന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ ചാലഞ്ചിൽ വിൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ കാണുന്ന ഗോൾഡൻ ക്യാഷൊക്കെ ഞങ്ങൾക്കാണോ? അല്ല ഇത്രയും ഗോൾഡൻ ക്യാഷും കിട്ടിയിട്ട് ഞങ്ങളിത് എങ്ങനെ കൊണ്ടുപോകും? അതിന് പറ്റില്ലല്ലോ. ഫ്രാങ്ക്ലിൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഗോൾഡും ക്യാഷും മാത്രമല്ല സമ്മാനം, അതിലുപരി നിങ്ങൾക്ക് വേറൊരു സ്പെഷ്യലായ സമ്മാനം ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. വേറെയും സ്പെഷ്യലായ സമ്മാനം ഉണ്ടോ? അതെന്താ? ഈ സമ്മാനങ്ങൾ തന്നെ അധികം, ഇനി ഇതിലും വലിയ സമ്മാനം എന്തു തരാനായിരിക്കും? ഫ്രാങ്ക്ലിൻ ഈ ഗോൾഡും ക്യാഷും ഒക്കെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഹെലികോപ്റ്റർ ഉണ്ട്, അതാണ് നിങ്ങളുടെ സമ്മാനം. ആ ഹെലികോപ്റ്റർ മുഴുവനായും ഗോൾഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് നിങ്ങളുടെ 2ാമത്തെ സമ്മാനം. ഗോൾഡിൽ ഉണ്ടാക്കിയ ഹെലികോപ്റ്റർ? ശരിക്കും ഗോൾഡിലൊക്കെ ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും ഫ്രാങ്ക്ലിൻ. ഓക്കെ നിങ്ങൾക്ക് ഇനി വീട്ടിലേക്ക് പോവാം, നിങ്ങളെ ഹെലികോപ്റ്റർ എടുത്ത് വീട്ടിലേക്ക് പോയിക്കോ, ബാക്കിയൊക്കെ ഞങ്ങൾ അവിടെ എത്തിക്കും. ഓക്കെ ജനറൽ അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ ബാക്കി വീട്ടിലെത്തിച്ചാൽ മതി, ഞാൻ വീട്ടിലേക്ക് പോവാം. എടാ ഷിൻജാനെ പോപ്പി വാ, നമ്മളിനി ഈ ട്രക്കിലല്ല പോകുന്നത്, നമ്മളിനി പോകുന്നത് ഗോൾഡൻ ഹെലികോപ്റ്ററിലാണ്. എടാ അതുകൊണ്ട് 2 വേഗം ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വാ. എടാ ഗോൾഡൻ ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ ഇതാണല്ലേ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ ഹെലികോപ്റ്റർ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ എപ്പോഴും ഇതിന് സെറ്റ് പ്ലസ് സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും, കാരണം ഇതിന്റെ എന്തെങ്കിലും ഒരു പീസ് അടിച്ചുകൊണ്ട് പോകാൻ കള്ളന്മാർ ക്യൂ നിൽക്കുമായിരിക്കും. ഓക്കെ ഷിൻജാനെ പോപ്പി നിങ്ങൾ 2 ഇരുന്നില്ലേ, അപ്പൊ നമുക്കിനി വീട്ടിലേക്ക് പോവാം, അത് ഹെലികോപ്റ്ററിൽ. പിന്നെ നമുക്ക് ഈ ഹെലികോപ്റ്ററിന്റെ ഓരോ പീസ് പൊളിച്ച് വിറ്റാലോ നല്ല ക്യാഷ് കിട്ടും. അതേ പിന്നെ ഷിൻജാൻ പറഞ്ഞത് ശരിയാ, നമുക്ക് എന്തിനാ ഗോൾഡൻ ഹെലികോപ്റ്റർ ഒക്കെ, ഇതൊക്കെ നമുക്ക് വിൽക്കാനേ. എടാ നിങ്ങൾ 2 ബ്ലഡി ഫൂൾസ് ആണല്ലോ. എടാ ഇതവർ നമുക്ക് സമ്മാനമായിട്ട് തന്നതാണ്, ഇത് പൊളിച്ചിട്ടൊന്നും വിൽക്കാനൊന്നും പറ്റത്തില്ല. അവർ നമുക്ക് വേണ്ട ഗോൾഡൻ ക്യാഷൊക്കെ വീട്ടിലെത്തിക്കും. ഓ അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഈ ഹെലികോപ്റ്റർ മാത്രം നമുക്ക് സമ്മാനം തന്നേന്ന്. അങ്ങനെയാണെങ്കിൽ ഹെലികോപ്റ്റർ പൊളിക്കണ്ട. ഇനി ഹെലികോപ്റ്റർ സൂക്ഷിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്, അതാ എൻ്റെ പേടി. ഇത് എവിടെ കൊണ്ടുപോയി വെക്കുമെന്ന് എനിക്കറിയാത്തത്. അതൊക്കെ വെക്കേണ്ട സ്ഥലം എനിക്കറിയാം പെണ്ണേ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ല. ടാറ്റ ബൈ ബൈ.